ഇന്ന് നമുക്ക് സോഫ്റ്റായ രുചിയുള്ള ചക്കട എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് ചക്കച്ചുള വൃത്തിയാക്കി അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് ഇട്ടെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഏലക്ക ജീരകം പൊടിച്ചത് ഇട്ട് കൊടുത്ത് നമ്മൾ ഉരുക്കി വെച്ച ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ചൂടോടെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ. കൈകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോ വാഴയില എടുത്ത് അതിലേക്ക് നമുക്ക് ഓരോ ഉരുളകൾ വെച്ച് നമുക്ക് ഇതേപോലെ പരത്തി കൊടുക്കാം. ഞാനിവിടെ നൈസായിട്ടാണ് കേട്ടോ പരത്തിയെടുത്തത്. അപ്പോൾ നമ്മുടെ അടയെല്ലാം പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റൗവിൽ ഒരു സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി കുക്കറോ വെച്ച് അതിലേക്ക് നമുക്ക് ഈ അടയെല്ലാം വെച്ച് ഒരു 10-20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഇവിടെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കപ്പോൾ മൂടിയൊക്കെ തുറന്ന് നോക്കാം. ആവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ആഹാ, അപ്പോൾ നമ്മുടെ ചക്കട വെന്തിട്ടുണ്ട്. ഇങ്ങനെ സോഫ്റ്റും രുചിയേറിയതുമായ ചക്കട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. 4 മണി പലഹാരത്തിന് ഏറ്റവും ബെസ്റ്റാണിത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.